തങ്കലാൻ എന്ന സിനിമയെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. വളരെ കുറഞ്ഞ വാക്കുകളിൽ പറയാനാണെങ്കിൽ രഞ്ജിത്ത് നമുക്ക് വേണ്ടി ഒരുക്കിയ ഒരു വിഷ്വൽ എക്സ്ട്രാവഗൻസ എന്നൊക്കെയാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാൻ തോന്നുന്നത്. കൂടുതലും നാടകത്തിനോട് ചേർന്ന് നിൽക്കുന്നു എന്നാണ് പലയിടങ്ങളിലും എനിക്ക് ഫീൽ ചെയ്തത്. നാടകം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കുറഞ്ഞതോ അല്ലെങ്കിൽ കൂടിയതോ എന്നുള്ള രീതിയിലല്ല പറയുന്നത്. ചില വിഷയങ്ങൾ വളരെ സ്ട്രോങ് ആയി നാടകത്തിലൂടെ സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എക്സ്പീരിയൻസ് എന്നൊക്കെ വിചാരിച്ചോളൂ. അപ്പോൾ അങ്ങനെ നാടകത്തിൻ്റെ സ്ട്രെങ്ത്തും പിന്നെ സിനിമ നൽകുന്നൊരു ഓഡിയോ വിഷ്വൽ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടല്ലോ, എല്ലാം കൊണ്ട് ഗംഭീരമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. ജസ്റ്റ് ഗോ ആൻഡ് വാച്ച്. പക്ഷേ കുറേ കാര്യങ്ങൾ പുകഴ്ത്തി പറയാനുണ്ടെന്ന്, അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ശരിയാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്ന് ഓഗസ്റ്റ് മാസം 15-ാം തീയതിയാണ്, ഇൻഡിപെൻഡൻസ് ഡേ ആണ്. ഇതുവരെ വായിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് മുതൽ വായിച്ചു തുടങ്ങാൻ പറ്റിയ ഒരു പുസ്തകമുണ്ട്. ജവഹർലാൽ നെഹ്റു എഴുതിയ ദി ഡിസ്കവറി ഓഫ് ഇന്ത്യ. പക്ഷേ ഒരുപാട് തിരക്കുകളുണ്ട് ഉണ്ണി, ഒരു ഫുൾ പുസ്തകമൊക്കെ ഇരുന്ന് വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാണെങ്കിൽ കുക്കു FM ഡിസ്കവറി ഓഫ് ഇന്ത്യയുടെ ഒരു ബുക്ക് സമ്മറി അവൈലബിൾ ആണ്. നമുക്ക് വേണ്ടിയിട്ട് ഒരാൾ വായിച്ചു തരികയാണ്. നമുക്ക് ഏറെ പ്രിയപ്പെട്ട ആർട്ടിസ്റ്റുകളുടെ ശബ്ദത്തിൽ, നമുക്ക് ഏറെ പ്രിയപ്പെട്ട സംഗീതജ്ഞരുടെ സംഗീതത്തിന്റെ അകമ്പടിയോടുകൂടി അനവധി ഓഡിയോ കോണ്ടന്റ് അവൈലബിൾ ആയിട്ടുള്ള ഇന്ത്യയിലെ ലീഡിംഗ് പ്ലാറ്റ്ഫോമാണ് കുക്കു FM. ഒരു ക്രൈം ത്രില്ലറൊക്കെയാണ് ഇതുപോലെ കേൾക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ സിദ്ദിഖ് കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്ന CI സ്വാമിനാഥൻസ് കേസ് ഡയറി സീസൺ 2 ആരംഭിച്ചിട്ടുണ്ട്. ബഷീറിന്റെ മതിലുകൾ എത്രയോ സ്ഥലങ്ങളിൽ ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതുവരെ വായിച്ചിട്ടില്ല എന്നാണെങ്കിൽ കുക്കു FM അത് ആസ്വദിക്കാം. പെരുമ്പടവത്തിന്റെ ഒരു സങ്കീർത്തനം പോലെ അങ്ങനെ അനവധി ഓഡിയോ കോണ്ടന്റ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 7 ദിവസത്തേക്ക് അവരുടെ എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും നമുക്ക് ഫ്രീ ആയി എൻജോയ് ചെയ്യാം എന്നുള്ളതാണ്. ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കൊന്നും അല്ല, 1-2 ഫീച്ചേഴ്സ് എന്നല്ല, എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും 7 ദിവസത്തേക്ക് ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യാം. ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്, അത് തന്നെ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ലിങ്ക് ക്ലിക്ക് ചെയ്യുക, കുക്കു FM ഡൗൺലോഡ് ചെയ്യുക, 7 ദിവസത്തേക്ക് ആ പ്രീമിയം ഫീച്ചേഴ്സ് എൻജോയ് ചെയ്യുക. അങ്ങനെ എൻജോയ് ചെയ്ത് കഴിയുമ്പോൾ ഉറപ്പായിട്ടും സബ്സ്ക്രിപ്ഷൻ എടുക്കണമെന്ന് തോന്നും. അങ്ങനെ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ ഉണ്ണി50 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ നിരക്കിൽ 50% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. സോ കുക്കു FM ഡൗൺലോഡ് ചെയ്യൂ, നന്നായി നേരം കളയൂ, മേക്ക് എവറി മിനിറ്റ് മാറ്റർ. തങ്കലാനിലേക്ക് വരുമ്പോൾ നമ്മൾ കണ്ട ഒരു KGF സിനിമയുണ്ട് അല്ലേ, പക്ഷേ കോലാറിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു യഥാർത്ഥ കഥയുണ്ട്. അതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു ജനതയുടെ തലമുറകളുടെ പോരാട്ടത്തിന്റെ കഥ പറയുന്ന സിനിമയാണ് തങ്കലാൻ. പോസിറ്റീവ്സിനെ കുറിച്ച് പറയുമ്പോൾ ഒന്നാമത്തെ പോസിറ്റീവ് ചിയാൻ വിക്രം ഗംഭീരമായി, അതിഗംഭീരമായി അങ്ങേർക്ക് കിട്ടിയിട്ടുള്ള കഥാപാത്രത്തിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊരു കഥാപാത്രമല്ല, ഒരുപാട് തലമുറകളുടെ റെപ്രസെൻറ്റേഷനാണ്. അതിനേക്കാളും നല്ലൊരു വാക്ക് എനിക്ക് തോന്നുന്നു റിഫ്ലക്ഷനാണ്. ഒരു സിംഗിൾ ക്യാരക്ടർ അല്ലത്, ഒരുപാട് ക്യാരക്ടേഴ്സിൻ്റെ റിഫ്ലക്ഷനാണ്. അതിനെ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല. അത് എത്ര മനോഹരമായിട്ടാണ് ആ മനുഷ്യൻ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് എന്ത് ഈസിയാണെന്ന് തോന്നും ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത അത്രയും ഗംഭീരമായിട്ട് അയാൾ ആ ക്യാരക്ടറിനെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. ബെസ്റ്റ് ഓഫ് വിക്രം എന്നാണ് എനിക്കിതിനെക്കുറിച്ച് പറയാൻ തോന്നുന്നത്. പാർവതി, ഗംഗമ്മ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ജീവിതത്തിൽ ആദ്യമായി ബ്ലൗസ് ഇടാൻ പറ്റുന്ന, ബ്ലൗസ് മറ്റൊരാൾ ധരിച്ച് മാത്രം കണ്ടിട്ടുള്ള ബ്ലൗസ് ഇടാൻ കിട്ടുന്ന ഒരു സ്ത്രീയുടെ സന്തോഷമുണ്ട്, അവരുടെ അട്ടഹാസമുണ്ട്. അത് പാർവതി ചെയ്തിരിക്കുന്നത് എന്ത് ഗംഭീരമായിട്ടാണെന്നറിയോ. എത്ര സീനുകൾ പാർവതിയുടേതായിട്ട് നമുക്ക് എടുത്ത് പറയാനുണ്ടെന്നറിയോ. പക്ഷേ ഒരു പൊടിക്ക് ഈസി ആയിട്ട് അവർ പെർഫോം ചെയ്തിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നി. എവിടെയോ ഒരു പിടുത്തത്തിൻ്റെ ഒരു എലമെൻ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഞാനിങ്ങനെ ഒത്തിരി ഡീപ്പായിട്ട് നോക്കുന്നതുകൊണ്ട് ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കാം അവരുടെ പൊട്ടിച്ചിരികൾ, അവരുടെ റൊമാൻസ്, അവരുടെ സങ്കടങ്ങൾ വളരെ മനോഹരമായിട്ട് ആ ക്യാരക്ടറിനെ പാർവതി നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. ആൻഡ് മാളവിക മോഹനൻ ഒരു ഫൈറ്ററിൻ്റെ മെയ്വഴക്കം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അവർ ഒരു ആയുധമെടുത്ത് വീശുമ്പോൾ, അവർ ഫൈറ്റ് ചെയ്തിട്ട് ലാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ ബോഡിയിൽ കാണാൻ പറ്റുന്ന, ആ ബോഡി മൂവ്മെൻറ്റ്സിൽ കാണാൻ പറ്റുന്ന ഒരു ഫ്ലെക്സിബിലിറ്റി എലമെൻ്റ് ഉണ്ട്. അതെനിക്ക് എവിടെയോ കിട്ടിയില്ല എന്നുള്ള കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ ആ ക്യാരക്ടറിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. അവരുടെ മേക്കപ്പ് ആണെങ്കിലും അവരുടെ ആഭരണങ്ങളാണെങ്കിലും അവരെ പ്ലേസ് ചെയ്തിരിക്കുന്ന വളരെ ഗംഭീരമായിട്ടാണ്. ആ പ്ലേസ്മെൻറ്റിനെ മാളവിക നന്നായി ഉപയോഗിച്ചിട്ടുണ്ട്. പശുപതിയല്ലേ, അയാൾ അഭിനയപതിയാണ് എന്നൊക്കെ നമുക്ക് പറയാൻ തോന്നിപ്പോകുന്ന പോലെ ഒരാളുടെ, അല്ലെങ്കിൽ അയാളും ഈ പറയുന്ന പോലെ ഒരുപാട് തലമുറകളുടെ ഒരു റിഫ്ലക്ഷനാണ്. അയാളുടെ മുൻ തലമുറകൾക്ക് കിട്ടാതെ പോയ ഒരു കാര്യം അത് കിട്ടുന്നത് ഇന്ന കാര്യം കൊണ്ടാണ് എന്ന് വിശ്വസിച്ച് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, അതാവാൻ വേണ്ടിയിട്ട് അയാൾ നടത്തുന്ന കുറേ കഷ്ടപ്പാടുകളുണ്ട്. അയാളെ തന്നെ വൈഷ്ണവനായിട്ടാണ് കാണുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഉള്ള കുറച്ച് സീക്വൻസുകളുണ്ട്. ആൻഡ് ഈ ക്യാരക്ടർ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇതിനെയൊക്കെ കണക്ട് ചെയ്ത് ആലോചിക്കുമ്പോണ്ടല്ലോ ആ ക്യാരക്ടറേ വേറെ ലെവലിലാണ്. അത് ആ ലെവലിൽ അയാൾ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഈ സിനിമയിൽ
ഇവരിതിൻ്റെ പ്രൊമോഷൻസിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടത് വെച്ചിട്ട് എല്ലാവരും ഗംഭീര പ്രകടനം കാഴ്ചവെക്കും എന്ന് പറഞ്ഞത് സിനിമയിൽ കാണാനുണ്ട്. ഓരോ കുഞ്ഞു കുഞ്ഞു ആളുകൾ ചുമ്മാ ഇങ്ങനെ സ്ക്രീനിൽ വന്നു പോകുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള ആളാണെങ്കിൽ പോലും നമുക്ക് ഒരു ജൂനിയർ ആർട്ടിസ്റ്റാണ്, അവരോട് അങ്ങനെ ഇരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ അങ്ങനെ ഇരുന്നു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് നമുക്ക് പെർഫോമേഴ്സിനെ കാണാൻ പറ്റും. പിന്നെ ഡാനിയൽ ഈ സിനിമയിലെ ആ ബ്രിട്ടീഷുകാരനായിട്ട് വരുന്ന ക്ലെമൻ്റ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ കൈകാര്യം ചെയ്തിരിക്കുന്നത് വാവ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സാധാരണ വിദേശ കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് വിദേശത്തു നിന്നുള്ള ആളുകളൊക്കെ വരുമല്ലോ, അവരുടെ അഭിനയത്തിലൊക്കെ നമുക്ക് എവിടേക്കും ഒരു കംപ്ലീറ്റ്നെസ് കിട്ടാത്ത പോലെയൊക്കെ തോന്നും. ഇവിടെ പക്ഷേ അതൊന്നുമില്ല. അയാളുടെ ക്യാരക്ടറിൻ്റെ ഒരു ഗ്രാഫുണ്ട്. അയാൾ ആദ്യം വരുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, പിന്നീട് അയാളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന പോലത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അവിടെ നിന്ന് അയാളുടെ തിരിച്ചുവരവുണ്ട്, അയാളുടെ ആർത്തിയുണ്ട്. ഇങ്ങനെ ഒരുപാട് എലമെൻറ്റുകളെ അയാൾ ഗംഭീരമായിട്ട് സ്ക്രീനിൽ കൊണ്ടുവരുന്നുണ്ട്. രണ്ടാമത്തെ ആയിട്ടേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ സ്ക്രിപ്റ്റിങ്ങും ഇതിൻ്റെയൊക്കെ ഇന്നർ മീനിങ്സ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലാണ് ഈ സിനിമയെ ശരിക്കും ഒരുപാട് ഇൻ്റർപ്രിട്ടേഷൻസ് വരാനുണ്ട് ഈ സിനിമയെ സംബന്ധിച്ച്. ഇതിൽ ഓരോ പ്ലേസ്മെൻറ്റിനെയും കുറിച്ച് ഒരു സാധാരണ മനുഷ്യനിക്ക് ഒരുപാട് ഇന്നർ പൊളിറ്റിക്സും കാര്യങ്ങളൊന്നും അറിയാത്ത ഒരാൾക്കും കുറേ കാര്യങ്ങൾ വായിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ സിനിമ ഒരുക്കിയിട്ടുള്ളത്. ആൻഡ് ഈ സിനിമ എൻഡിപ്പിച്ചിരിക്കുന്ന രീതി, ക്ലൈമാക്സ്, അത് എന്താണെന്നറിയോ, ഈ സ്വർണ്ണം എടുക്കാൻ പോകുന്നതും മറ്റേ ആരതി തങ്കളാൻ ഫൈറ്റ് എന്നൊക്കെ പറയുന്നതൊക്കെ നമുക്ക് അവിടം വരെയൊക്കെ നമുക്ക് ഊഹിക്കാം. പക്ഷേ ഇത് കൊണ്ട് കൺക്ലൂഡ് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, അയ്യോ അത് എനിക്ക് സത്യം പറഞ്ഞ ഒരു ഞെട്ടലായിരുന്നു ആ കാര്യം. ആൻഡ് അത് അവതരിപ്പിച്ചിരിക്കുന്ന രീതി, അയാൾ പറയുന്ന ഡയലോഗ്സ് എല്ലാം വേറെ ലെവലായിരുന്നു. ശരിക്കും ഒരു 1000 watts ബ്രില്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഇതിൻ്റെ സ്ക്രിപ്റ്റിൽ നമ്മൾ എന്തെങ്കിലും കൂടുതൽ പറഞ്ഞു എന്ന് തോന്നില്ല. പിന്നെ ഒരുപാട് റൊമാൻറ്റിഫിക്കേഷൻ ഡയലോഗുകളുണ്ട്, ഒരുപാട് തോട്ട്സ് ഉണ്ട്. തങ്കളാൻ പറയുന്നതും തങ്കളാനോട് പറയുന്നതും അവിടെ നമ്മൾ കേൾക്കുന്ന ഡയലോഗുകളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 30% അല്ലെങ്കിൽ 40% എനിക്ക് മനസ്സിലായിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ കുറേ ശബ്ദം താഴ്ത്തിയുള്ള സംസാരങ്ങളോ അതുപോലുള്ള കാര്യങ്ങളുണ്ട്. സബ് ടൈറ്റിൽ ഉണ്ടായിരുന്നില്ല, തമിഴാണ് ഞാൻ കണ്ടത്. തുടക്കത്തിൽ എനിക്ക് മനസ്സിലാവാതെ വരുമോ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു, പക്ഷേ പിന്നെ നമുക്ക് ക്യാച്ച് ചെയ്ത് പോകാൻ പറ്റുന്നത് തന്നെയാണ്. ഇത്രയും മനസ്സിലായത് വെച്ച് തന്നെ എനിക്ക് ഇത്രയും രോമാഞ്ചമുണ്ട്. ആൻഡ് പവർ ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു സാധനം അവർ വളരെ സിമ്പിളായിട്ട് ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. തങ്കളാന് ഭാഷ മനസ്സിലാവുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ആ സീൻ കാണുമ്പോൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് രോമാഞ്ചം വരിക എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു സീക്വൻസ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഈ സിനിമയിൽ ഇതിൻ്റെ സ്ക്രിപ്റ്റിൽ. അടുത്ത പോസിറ്റീവ് മ്യൂസിക്, BGM, അല്ല ഇതിൻ്റെ ടോട്ടൽ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഗംഭീരമായിരുന്നു. എനിക്ക് ഇതിൽ ഏറ്റവും ഫേവററ്റ് ആയിട്ട് തോന്നിയത് പരിയേറും പെരുമാൾ എന്നൊക്കെ പറയുന്ന പോലെ പരിയേറും തങ്കളാൻ ഒരു വരവുണ്ട്. അതിൻ്റെ ആ ഒരു പൊടിയും സാധനങ്ങളൊക്കെ മാറി പുള്ളി ഇങ്ങനെ വിഷ്വലിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ശരിക്കും ഒരു ഹോളിവുഡ് ലെവൽ എന്നൊക്കെ നമുക്ക് പറയാവുന്ന പോലെ GV പ്രകാശിനെ നമ്മൾ ഇനി ഒത്തിരി സെലിബ്രേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അത്രയും ഗംഭീരമായിട്ടുള്ള സാധനമാണ് ആ മനുഷ്യൻ ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. പാട്ടുകൾ അത് തരുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻസ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മിനിക്കി എന്ന് പറയുന്ന ട്രാക്കിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ട്രാക്കൊക്കെ സിനിമയിൽ കാണുമ്പോൾ എന്തൊരു ഹാപ്പിനെസ് ആണെന്നറിയോ. അതായത് അവരൊരു വലിയ മോചനം നേടാൻ പോവുകയാണെന്ന് പറയുന്ന ആ ഒരു ഫീൽ ആ ജനതയ്ക്ക് മുഴുവൻ കിട്ടിയതിന് ശേഷമുള്ള സന്തോഷത്തിൻ്റെ പാട്ടാണ്. അതിൻ്റെ ഫീല് മുഴുവൻ ആ പാട്ടിലും അതിൻ്റെ വിഷ്വലിലും ഒക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കെൻ്റെ ഏരീസ് പ്ലക്സിലെ OD1 ശരിക്കും മിസ് ചെയ്തു. അത്രയും വലിയ സ്ക്രീനിൽ അത്രയും നല്ല സൗണ്ടിങ്ങിൽ ആ സിനിമ കാണണമായിരുന്നു എന്ന് തോന്നി. എൻ്റെ എന്ന് പറഞ്ഞത് എനിക്കിഷ്ടമുള്ളതുകൊണ്ടാണ്. എനിക്കവർ പൈസ തന്നെ ഇല്ല, അല്ലെങ്കിൽ അതിലെനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല. അപ്പോൾ അത് പറയുമ്പോൾ അടുത്ത പോസിറ്റീവ് അറിയാമല്ലോ, വിഷ്വൽ VFX എഡിറ്റിംഗ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ വേറെ വാക്കൊന്നും ഇല്ല ഇതിന്, ഗംഭീരം എന്നല്ലാതെ. ഓരോ സീനും ഉണ്ടല്ലോ, ഓരോ സീനും നമുക്കൊക്കെ സങ്കല്പിക്കാൻ പറ്റുന്നതിനേക്കാളും ഒരു പടി എക്സ്ട്രാ എന്ന് പറയുന്ന പോലെ അത്രയും ഗംഭീരമായിട്ടുള്ള വിഷ്വൽസാണ്. ആൻഡ് VFX അറിയാമല്ലോ, ട്രെയിലറിൽ കണ്ടത് വെച്ച് തന്നെ അവർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ കരിമ്പുലിയുടെ മൂവ്മെൻറ്റ്സിൽ മാത്രമൊക്കെയാണ് കുറച്ചൊരു, പക്ഷെ അതൊക്കെ മേക്ക് ബിലീഫ് എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, അത് പെർഫെക്റ്റായിട്ട് നടന്നിട്ടുണ്ട്. ആൻഡ് എഡിറ്റിംഗ് പ്രത്യേകിച്ച് മോനെ, ക്ലൈമാക്സ്. നമ്മളിപ്പോൾ ഒരാളോട് പറയുകയാണ് അവർ തമ്മിലുള്ള യുദ്ധം ദിവസങ്ങളോളം നീണ്ടു നിന്നു, അല്ലെങ്കിൽ അവർ തമ്മിൽ യുഗാന്തരങ്ങളായി യുദ്ധത്തിലേർപ്പെട്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നതിനെ നിങ്ങൾ എങ്ങനെ വിഷ്വലൈസ് ചെയ്യും? അതെങ്ങനെ വിഷ്വലൈസ് ചെയ്യും എന്നുള്ളത് നിങ്ങൾ ഈ സിനിമ കണ്ടാൽ മനസ്സിലാവും. എന്ത് തോട്ട് പ്രോസസ്സാണോ അവിടെയൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഒരു സ്റ്റേജിൽ ഒരു ഡ്രാമയൊക്കെ എങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ച് നമ്മളെ അത്ഭുതപ്പെടുത്തുമോ അതുപോലെ, അല്ലെങ്കിൽ ഒരു പടി കൂടി മുകളിൽ ഗംഭീരമായിട്ട് അതൊക്കെ വിഷ്വലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അയ്യോ അടിപൊളി. പിന്നെ ആർട്ട്, മേക്കപ്പ്, കോസ്റ്റ്യൂംസ് ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് ചെയ്യുന്നത്. അതായത് ഈ പറയുന്ന ഒരു കാലഘട്ടത്തിനെ, അല്ലെങ്കിൽ ഈ ആളുകളെ, അവരുടെ വേഷവിധാനങ്ങളെ, അവരുടെ ശരീരത്ത് വരുന്ന മാറ്റങ്ങളെ ഒക്കെ അവർ കാണിക്കുന്നൊരു രീതി ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ, തങ്കലാൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരുപാട് ജനറേഷൻസിൻ്റെ റിഫ്ലക്ഷനാണ്. ആ റിഫ്ലക്ഷൻ അയാളുടെ കോസ്റ്റ്യൂംസിലും വരും, അയാളുടെ ബോഡിയിൽ വരും, അയാളുടെ മേക്കപ്പിൽ വരും, ഇവരുപയോഗിക്കുന്ന ആയുധങ്ങൾ,
ഒത്തിരി 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 കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഗംഭീരമായ ഒരു സംയോജനം. ഇതൊക്കെ പറയുമ്പോൾ ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവിലേക്ക് വരാം. പാരഞ്ജിത്ത് എന്നെ സാർ പണി വെച്ചിരിക്കുങ്ക. എനിക്കറിയില്ല ഈ സിനിമ ഒരു വലിയ ഹിറ്റായി മാറുമോ അതോ വലിയ ഹിറ്റൊന്നും ആവാതെ പോകുമോ എന്ന്. പക്ഷേ ഈ സിനിമയുടെ സ്പോയിലേഴ്സിന് സിനിമക്കാരുടെ കോപ്പിറൈറ്റ് ഒന്നും ഭയപ്പെടാതെ നമുക്ക് എന്ന് പബ്ലിഷ് ചെയ്യാൻ പറ്റുമോ അന്ന് ഒരുപാട് സംസാരിക്കാനുണ്ട്. അത് എനിക്ക് മാത്രമല്ല, സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. ഇതിൻ്റെ OTT ഒക്കെ വന്നതിന് ശേഷം പെറുക്കി വെച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളെയും കുറിച്ച് സംസാരിച്ച് ഓരോ ബ്രില്യൻസിനെയും സ്പോട്ട് ചെയ്ത് ആളുകൾ സംസാരിക്കുന്ന ഒരുപാട് ചർച്ച ചെയ്യപ്പെടാനുള്ള ഒരു സിനിമയാണ് തങ്കലാൻ. അങ്ങനെ ഒരു ചർച്ച ഉണ്ടാകുമ്പോൾ ഇതൊക്കെ തിയേറ്ററിൽ മിസ് ചെയ്തു എന്ന് പറയുന്ന ആർക്കും ഉപകാരമില്ലാത്ത ഒരു ഫീലോട് കൂടി ഇരിക്കുന്നതിനേക്കാൾ ഇപ്പം ഇതൊന്ന് തിയേറ്ററിൽ പോയി കണ്ടുവെക്കൂ. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് അവൈലബിളായ ഏറ്റവും ബെസ്റ്റ് തിയേറ്ററിൽ പോയി വേണം ഈ സിനിമ കാണാൻ. എൻ്റെ അത്രയാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് ഇപ്പോൾ പറയാൻ പറ്റുന്നത്. ഇനി ഒരുപാട് പറയാനുണ്ട്, മറ്റൊരു വീഡിയോയിലാവാം. അപ്പോൾ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ കണ്ട് കമൻറ്റ് ബോക്സും കൂടി വായിച്ചതിന് ശേഷം സിനിമയ്ക്ക് പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.